ടെക് ലോകം കണ്ട ഏറ്റവും മികച്ച 3 AI മോഡലുകളാണ് ഈ മാസം പുറത്തിറങ്ങിയത്. ഗൂഗിൾ അവരുടെ ജെമിനി 3 Pro ഇറക്കുന്നു. തൊട്ടു പിന്നാലെ ഓപ്പൺ AI അവരുടെ ChatGPT 5.1 ഇറക്കുന്നു. ഇപ്പോഴിതാ ആന്ത്രോപിക്കിന്റെ 4.5ഉം പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇവയിൽ ഏതാണ് ബെസ്റ്റ്? ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഏത് ഉപയോഗിക്കണം? കോഡിങ്ങിന് ഏത് ഉപയോഗിക്കണം? റീസണിംഗ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഏത് ഉപയോഗിക്കണം? ജെമിനിയുടെ ഡീപ് തിങ്ക് ആണോ അതോ ChatGPTയുടെ ഇൻസ്റ്റന്റ് മോഡാണോ ഉപയോഗിക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഐ എം ശ്രീറാം, വെൽക്കം ടു എൻട്രി കോഡിംഗ്. ആദ്യം നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ ഒന്ന് നോക്കാം. ഗൂഗിൾ ജെമിനി 3 Pro ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഡീപ് തിങ്ക് എന്ന പുതിയ ഫീച്ചറുമായാണ് ഇവൻ എത്തിയിട്ടുള്ളത്. മൾട്ടി മോഡൽ കാര്യങ്ങളിൽ, അതായത് വീഡിയോയും ഓഡിയോയും അനലൈസ് ചെയ്യുന്നതിൽ ഇപ്പോഴും ഇവനാണ് ബെസ്റ്റ്. GPT 5.1 ഇത്തവണ തിങ്കിങ് എന്നും ഇൻസ്റ്റന്റ് എന്നും 2 മോഡുകളുമായാണ് എത്തിയിട്ടുള്ളത്. മനുഷ്യരെ പോലെ പെരുമാറുന്ന കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു AI മോഡലാണ് GPT 5.1. ക്ലോഡ് 4.5 കോഡിങ്ങിലും ലോജിക്കൽ തിങ്കിങ്ങിലും തന്നെ വെല്ലാൻ വേറൊരാളില്ല എന്ന് വെല്ലുവിളിച്ചാണ് ക്ലൗഡ് 4.5 എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കോഡിംഗ് കേസിലേക്ക് വരാം. ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വിജയ് മറ്റാരുമല്ല, ക്ലൗഡ് 4.5. നവംബറിലെ കണക്കുകൾ പ്രകാരം SW ബെഞ്ച് വെരിഫൈഡ് ബെഞ്ച് മാർക്കിൽ 80% സ്കോർ ചെയ്ത് ക്ലൗഡ് ഒന്നാമതെത്തി. നിങ്ങളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയുള്ള കുറച്ച് കോഡിംഗ് ടാസ്കുകൾ പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലൗഡ് 4.5. ജെമിനി 3 Pro മോശമല്ല, പക്ഷെ ക്ലൗഡ് 4.5ന്റെ അത്രയും കംപ്ലീറ്റ്നെസ്സും ക്ലീൻനെസ്സും ഈ കോഡിന് ലഭിക്കുന്നില്ല. അടുത്തത് റീസണിംഗ് ആൻഡ് ഹാർഡ് പ്രോബ്ലംസ്. ഇവിടെയാണ് ഗൂഗിളിന്റെ ഒരു ഇമ്പാക്ട് പ്ലേ. അവരവിടെ ഡീപ് തിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയ മോഡ് കൊണ്ടുവന്ന് റീസണിങ്ങും കടുപ്പമേറിയ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ അവിടെ ഈസി ആയിട്ട് കഴിയുന്നു. കുറച്ച് സമയമെടുത്ത് ചിന്തിച്ചാണ് ജെമിനി ഇത് ചെയ്യുന്നെങ്കിലും ഇത് തികച്ചും ഇമ്പാക്ട്ഫുൾ ആണ്. ഹ്യൂമാനിറ്റീസ് ലാസ്റ്റ് എക്സാം എന്ന കടുപ്പമേറിയ ഒരു ടെസ്റ്റിൽ ജെമിനിയാണ് 1ാം സ്ഥാനത്തെത്തിയത്. ChatGPT 5.1നും തിങ്കിങ് മോഡ് ഉണ്ടെങ്കിലും സങ്കീർണമായ വിഷയങ്ങളിൽ ജെമിനിക്കാണ് മുൻതൂക്കമുള്ളത്. ഇനി നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം നോക്കാം. ഡെയിലി സംസാരിക്കാനും ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള സിമ്പിൾ ടാസ്കുകൾക്ക് ഇപ്പോഴും ChatGPT തന്നെയാണ് ബെസ്റ്റ്. കാരണം ഇതിന്റെ പേഴ്സണാലിറ്റി പ്രൊഫൈൽസ്, ഇവിടെ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ആൻസർ തരാനും അതേപോലെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മളോട് തമാശ പറയാനും ഒക്കെ ChatGPT 5.1ന് കഴിയും. ഇതിന്റെ ഇൻസ്റ്റന്റ് മോഡ് വളരെ പെട്ടെന്ന് ആൻസേഴ്സ് നമുക്ക് തരും. ജെമിനി 3 Pro കുറച്ചും കൂടി റോബോട്ടിക് ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ ഈ ChatGPT 5.1 കുറച്ചും കൂടി ഹ്യൂമൻലി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് തരുന്നത്. എന്തായാലും നമ്മൾ കോഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് റിയൽ ടൈം ടാസ്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ഒരു സൈഡിലുള്ള ജെമിനി 3 Pro, അപ്പുറ സൈഡിലുള്ളത് 4.5 ക്ലൗഡ്. അപ്പം ഇവർക്ക് 2 പേർക്കും ഞാനൊരു കോഫി ഷോപ്പിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഒരു സൈഡിൽ നമ്മുടെ കയ്യിലുള്ളത് ജെമിനി 3 Pro, മറ്റേ സൈഡിലുള്ളത് 4.5 ക്ലൗഡ്. അപ്പൊ നമ്മൾ 2 സൈഡിലും ഒരു കോഫി ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 സൈഡിലും ക്രിയേറ്റ് മീ എ വെബ്സൈറ്റ് ഫോർ മൈ കോഫി ഷോപ്പ്. അത് ഞാൻ ജെമിനി 3 Proക്ക് കൊടുത്തു, അപ്പോൾ തന്നെ ഞാൻ ക്ലൗഡിനും കൊടുത്തു. 2 സൈഡിലും ഹാപ്പൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്ലൗഡ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം. ക്ലൗഡ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഓക്കെ, ജെമിനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ക്ലൗഡ് തന്നെയാണ്. യെസ്, ക്ലൗഡ് ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ക്ലൗഡിൻ്റെ വെബ്സൈറ്റ്, നമ്മൾ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് നമുക്ക് ഇവിടെ കാണാം. ബ്രൂ ആൻഡ് ബീൻ എന്നാണ് നമ്മുടെ അതിനകത്ത് പേര് ക്ലൗഡ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിനകത്ത് തന്നെ നമുക്ക് മനസ്സിലായി എന്ത്, ക്ലൗഡ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. എന്ത്, ജെമിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ക്ലൗഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നമുക്ക് അത് തന്നെയാണല്ലോ വേണ്ടത്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് നോക്കിയാലും ക്ലൗഡ് ജെമിനിൻ്റെ കുറച്ചും കൂടി മുകളിലാണ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കോഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലൗഡ് 4.5 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ക്ലൗഡ് 4.5 തന്നെയാണ്. സോ നമ്മളിപ്പോൾ ചെയ്തതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾ ഈ 3 മോഡലുകളെ ഉപയോഗിച്ചും വ്യത്യസ്ത ടാസ്കുകളിൽ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കോഡർ ആണെങ്കിൽ ഇങ്ങനെ, അല്ല കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിൽ വേറെ രീതിയിൽ, ഇമേജ് ജനറേഷൻ ആണെങ്കിൽ വേറെ രീതിയിൽ. ഇപ്പോൾ ഏതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണോ ബെറ്റർ അത് യൂസ് ചെയ്യുക.